ഈ കാണുന്ന ഫുള്ള് മുടിയാണ്. ഈ മുടി ഉപയോഗിച്ചാണ് നമ്മൾ പപ്പായക്ക് വെള്ളം കൊടുക്കുന്നത്. കറിവേപ്പ് തഴച്ചു വളരാനും ഇതൊക്കെ അടിപൊളിയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ് എല്ലാം ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് വളർന്നു നിൽക്കണേ. വീടിനോട് ചേർന്നാണ് ഈ തോട്ടം ക്രമീകരിക്കുന്നത്. 10 സെന്റ് സ്ഥലത്ത് വ്യത്യസ്തങ്ങളായ ഫ്രൂട്ട് പ്ലാന്റുകൾ നട്ടിക്കുന്നത്. മാങ്കോസ്റ്റിൻ, വിവിധ ടൈപ്പ് റംബൂട്ടാൻ, പ്ലാവ്, അതിൻ്റെ ഇടവിലായിട്ട് പപ്പായ, മാവ്, പേരക്ക എല്ലാം കൂടെ വ്യത്യസ്തമായ തോട്ടാണിത്. ഒരു ചെറിയ ഫാമിലിക്ക് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് വിളയുന്ന ഫ്രൂട്ടുകൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 1ഉം 2ഉം ചുവട് വെച്ച് നട്ടിരിക്കുന്നത്. പപ്പായ മാത്രമാണ് ഇടവിലായിട്ട് ഇച്ചിരി കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പപ്പായ നട്ടിട്ട് ഒരു 2.5 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഈ ഫ്രൂട്ട് പ്ലാന്റൊക്കെ നട്ടിട്ട് ഒരു വലിയ പ്ലാന്റാണ് നട്ടത്. ഇതിപ്പോൾ ഒരു 3.5-4 മാസമുള്ളതായിരിക്കും കേട്ടോ. ഇതൊക്കെ ഇപ്പം മുട്ട വന്നു തുടങ്ങി. റംബൂട്ടാനൊക്കെ നല്ല ഗ്രോത്തുള്ള പ്ലാന്റാണ് വെച്ചത്. ഇനിയിപ്പോൾ ഒരു 1-2 വർഷത്തിനുള്ളിൽ ഇത് കാവന്ന് തുടങ്ങും. പക്ഷേ പപ്പായ എന്ന് വെച്ചാൽ 6 മാസം കൊണ്ട് തന്നെ, ഇപ്പോൾ വെച്ചിട്ട് 2.5 മാസമേ ഉള്ളത്, എന്നിട്ട് പൂവെന്ന് തുടങ്ങി 6 മാസം കൊണ്ട് തന്നെ ഈ പ്ലോട്ടിൻ്റെ ഇതിൻ്റെയൊക്കെ പൈസ റിട്ടേൺ മണ്ണരുതിരിക്കാണ് ഈ തോട്ടം ക്രമീകരിക്കുന്നത്. ഇപ്പോൾ ഈ റംബൂട്ടാനെ കൃഷി ചെയ്യുന്നവരൊക്കെ പലപ്പോഴും വെച്ച് കഴിഞ്ഞാൽ കൃത്യമുള്ള പരിചരണം കൊടുക്കാറില്ല. വർഷത്തിൽ നല്ല 3 വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ, കേരളത്തിലെ ക്ലൈമറ്റിൽ അടിപൊളിയായിട്ട് വളരും. പക്ഷേ പപ്പായ അതല്ല, പപ്പായക്ക് ഓരോ ആഴ്ചക്കും നമ്മൾ കൃത്യമുള്ള വളങ്ങൾ, ജൈവവളങ്ങൾ കമ്പോസ്റ്റാക്കി ചേർത്ത് കൊടുക്കണം. അമിതമായിട്ടുള്ള വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണേ. കമ്പോസ്റ്റ് ആക്കാതായിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ മുരടിപ്പോ എന്ന് പോകാനിടയുണ്ട്. അപ്പോൾ ആ രീതിക്കുള്ള വളപ്രയോഗമാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ റൂട്ടിലുള്ള വളങ്ങളൊക്കെ ആദ്യമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ കുറച്ച് എല്ലാ ചെടിക്കും റൂട്ടിന് പ്രാധാന്യം കൊടുക്കുക, ജൈവവളങ്ങൾ കൊടുക്കുക. അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ. പപ്പായ കൃഷിയിലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ചൂടുള്ള വളങ്ങൾ ഒരു കാരണവശാലും ഇടരുത്. നമ്മൾ മാസത്തിലൊരിക്കൽ കുറച്ച് ഡോളോമെറ്റ് അകത്തിയിട്ട് കൊടുക്കട്ടെ. ഒരു കാരണവശാലും ചുവട്ടിലേക്ക് വരുന്നു. പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയത്ത് ഡോളോമെറ്റിലെ കുമ്മയൊക്കെ ഒറ്റ പ്രാവശ്യം ഇട്ടാൽ മതിയാവും. അത് ഷോർട്ട് ടൈമുള്ള വിളകളാണ്. ഇത് ദീർഘകാല വിളയാണ്ട് തന്നെ മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്ത് നിർത്തേണ്ടതുണ്ട്. എന്തെങ്കിലും യഥാർത്ഥ ഗ്രോത്ത് കിട്ടുകയും ചെടിക്ക് യഥാർത്ഥത്തിൽ വളം വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇടുന്ന സമയത്ത് എന്താ പാത്തി ഉൾപ്പെടെ കുറച്ച് തൂളി കൊടുക്കുകയാണ്. പപ്പായ കൃഷി ചെയ്യുമ്പോഴേ ഏത് വളം കൊടുക്കുമ്പോഴും നന്നായിട്ട് കമ്പോസ്റ്റ് ആക്കി കൊടുക്കുക. അവിടെ തന്നെ ചോട്ടിൽ നിന്ന് അകത്തിയിട്ട് പല ടൈമായിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഗ്രോ ബാഗിലെ കൃഷി കഴിഞ്ഞ സമയത്തില്ലേ, ആ വളങ്ങളൊക്കെ നമുക്ക് പപ്പായൊക്കെ വാഴക്ക എന്തിനൊക്കെ ഇട്ട് കൊടുക്കാം, നല്ലതായിരിക്കും. പെരിച്ചാഴി അല്ലെങ്കിൽ എലിയുടെ ശൈലിയാണ് കേട്ടോ. ഇത് കണ്ട എല്ലാ മൂടും ഇതുപോലെ ഇങ്ങനെ കുത്തിക്കളച്ചിടും, എല്ലായിടത്തുള്ള ശൈലിയാണ്. അപ്പോൾ നമ്മൾ അതിനകത്തൊരു പ്രതിവിധി എന്ന് വെച്ചാൽ കണ്ടാ, നമ്മളിപ്പം ഞാൻ മൂടിയിട്ടുള്ള കടയില മുടിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് ചോട്ടിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മളൊരു പരീക്ഷയായിട്ട് നല്ലതായിട്ട് സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ പിന്നെ രണ്ടാമതും ചെയ്യുന്നത്. അപ്പോൾ ഇതും ഭയങ്കര ചൂടാണ്, ഒരുപാട് ന്യൂട്രിയൻ്റ് അടങ്ങിയതാണ് കേട്ടോ നമ്മുടെ തലമുടിക്കൊക്കെ. അപ്പോൾ അതിന് നല്ല രീതിയിലുള്ളൊരു വളവും കിട്ടും. ഈ എലിയൊക്കെ വന്ന് കുത്തുന്ന സമയത്തുണ്ടല്ലോ, ഇതിൻ്റെ മൂക്കിൽ കയറും, മൂക്കിലും വായിലേക്ക് കയറും. അപ്പോൾ പിന്നെ വലിയ ശൈലം ഉണ്ടാറില്ല അവിടെ, അങ്ങോട്ടൊക്കെ ഇല്ല കേട്ടോ. മുടിയുണ്ടല്ലോ കുറച്ച് നാൾ കഴിയുമ്പോഴും മണ്ണിൽ അലിഞ്ഞ് ചേരുകയും ചെയ്യും. ഇപ്പം മുടിയൊക്കെ എടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ ഈ ബ്ലേഡ് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കുക. നമ്മൾ കംപ്ലീറ്റ് ബ്ലേഡെല്ലാം നീക്കം ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മൂടിയിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഓർഗാനിക് മാറ്റർ ഇട്ട് കൊടുക്കും. അപ്പോൾ 1-2 വർഷത്തിനുള്ള ഫുള്ള് മണ്ണിൽ അലിഞ്ഞ് ചേരുകയും ചെയ്യും. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. നനക്കുന്ന സമയത്തും ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, മിനിമം ഈർപ്പം നിലനിർത്തി പോയാൽ മതിയാകും കേട്ടോ. കേരളത്തിലെ കൃഷി നന്നായിട്ട് ലാഭമായിട്ട് പോകണമെങ്കിൽ ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ആണ് ഏറ്റവും നല്ലത്. അതേപോലെ ഒരിക്കലും തോട്ടാണിത് കേട്ടോ. കുറഞ്ഞ സ്ഥലമാണെങ്കിൽ പോലും പരമാവധി തിക്നസ് നടുക എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഫുള്ള് ഫില്ലാവും. പപ്പായ 1-2 വർഷം കഴിയുമ്പോൾ ഹാർവസ്റ്റിംഗ് കഴിയും. അതാകുമ്പോൾ റംബൂട്ടാൻ ഹാർവസ്റ്റിംഗ് തുടങ്ങും. ആ രീതിക്ക് മാത്രമല്ല ഫുള്ള് ഇവിടെ ഡയറക്റ്റ് സൺലൈറ്റ് ഏക്കാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ വളർന്നു വരുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ഏക്കല. അപ്പോൾ അതുകൊണ്ട് തന്നെ കളപിടുത്തവും പരമാവധി കുറഞ്ഞിട്ടുവേ. തലയുടെ എണ്ണം ലോകമെമ്പാടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റണം, ചിലവ് കുറഞ്ഞ രീതിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ വിശദങ്ങൾ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ വിഷയം. ബൈ.